ഈ സന്തോഷം ഹൃദയത്തിന്റെ കഥകൾ വിട്ടുകളയാണ്. ആമീൻ ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ നമ്മുടെ ദേശത്തിന് വേണ്ടിയുള്ള ഐക്യമായുള്ള പ്രാർത്ഥനയിൽ ആമീൻ നമ്മൾ ചെയ്തു വരുന്നത് പോലെ ഇത് മറ്റുള്ള കടന്നു വരുന്ന പ്രിയപ്പെട്ടവരും കൂടെ ആമീൻ ആത്മീയമായി വളർച്ചയിലേക്ക് കടന്നു വരുവാനാണല്ലോ നമ്മളിങ്ങനെ ആമീൻ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ആമീൻ അങ്ങനെയെങ്കിൽ ആമീൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ആമീൻ ഹല്ലേലൂയ നമ്മുടെ സജീവ് ബ്രദർ നമ്മളോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. താൻ കടന്നു വന്ന ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച്, ദൈവത്തെ കണ്ടുമുട്ടിയതായിരിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മുതലുള്ളതായിരിക്കുന്ന ജീവിതത്തിലെ സന്തോഷത്തെ കുറിച്ച് ആമീൻ ഹല്ലേലൂയ അതിന് മുമ്പ് താൻ എങ്ങനെ ആയിരുന്നതിനെ കുറിച്ച് ചുരുക്കം വാചകങ്ങളിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മളോട് താൻ തന്റെ സാക്ഷ്യം പറയുവാനിടയായി തീരും. അവൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആമീൻ ഹല്ലേലൂയ സഹോദരങ്ങൾ വളർന്നു വരുന്നത്. ഇന്ന് ആമീൻ ഈ ചുരുക്കം പേരുടെ ഇടയിൽ താൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ തന്റെ ചുരുക്കം വാചകങ്ങളിൽ തനിക്ക് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന ആ കാഴ്ചപ്പാടനുസരിച്ച്, ദൈവം കൊടുക്കുന്ന മനസ്സിൽ കൊടുക്കുന്നതായിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് കർത്താവ് പറയുവാൻ ആമീൻ ഹല്ലേലൂയ കർത്താവ് ഇന്ന് തന്നെ ബലപ്പെടുത്തുമ്പോൾ അടുത്ത നാളുകളിൽ ഇതിനേക്കായ അപ്പുറമായ നിലവാരങ്ങളിൽ ആമീൻ അനേകരുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ വിടുവിച്ച് ഓർത്ത, കർത്താവ് നടത്തിയത് ഓർത്ത് ആമീൻ ഹല്ലേലൂയ അനേകരുടെ നടുവിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ കർത്താവ് ബലപ്പെടുത്തുവാനിടയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അതേ ആമീൻ ഹല്ലേലൂയ തുടർന്നുള്ളതായിരിക്കുന്ന ചില നിമിഷങ്ങൾ മുൻപോട്ട് കടന്നു വരും. ആമീൻ ഹല്ലേലൂയ താൻ തന്റെ ആമീൻ അനുഭവത്തെ കുറിച്ച്, ആമീൻ കർത്താവിനെ കണ്ടുമുട്ടിയ ചില അനുഭവത്തെ കുറിച്ച്, തന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞ് ആമീൻ താൻ ഇരിക്കുവാനിടയായതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആമീൻ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. Praise the Lord. Amen, amen, amen. Jesus. Hallelujah. Amen. പ്രാർത്ഥനയ്ക്കായിട്ട് പോയതല്ല, അല്ലാതെ അത് കൊണ്ടാക്കാനായിട്ടുള്ളതാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ചെല്ലുന്നത് എന്നും വഴക്കണം. പോയി കഴിഞ്ഞ ശേഷമാണ് സമാധാനം ഉണ്ടായത്. ആക്സിഡന്റുകളുണ്ടാവുണ്ടായിരുന്നു. ഇങ്ങനെ പോകാനാണ് ആമീൻ. അല്ലെ ഒന്നും പറഞ്ഞ് തനിക്ക് ശീലമോ ഒന്നുമില്ല എങ്കിലും ദൈവം രണ്ട് വാക്കേ പറയുവാൻ കർത്താവ് ആമീൻ അവസരം കൊടുത്തുള്ളെങ്കിലും അത് രണ്ട് വാക്ക് കർത്താവ് പറഞ്ഞതിനായി നന്ദി പറയുകയാണ്. ആമീൻ. വരുന്ന ആളുകൾ കർത്താവ് ബലപ്പെടുത്തും, വരുന്ന ആളുകൾ ശക്തീകരിക്കും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമീൻ. കാരണം ആമീൻ ഇങ്ങനെയൊക്കെയാണല്ലോ ആമീൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആമീൻ അല്ലെങ്കിൽ കടന്നു വന്നത്.
അങ്ങനെ ഒരു വാക്ക് സാക്ഷ്യം പറയാൻ പോലും പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ആ വ്യക്തി ജീവിതങ്ങളാണോ ഇതിനകത്തിരിക്കുന്നത് എല്ലാവരും. പക്ഷേ തമ്പുരാൻ അതെല്ലാം നമ്മളെ ചെയ്തു പഠിപ്പിച്ചു. തമ്പുരാൻ നമ്മളെ ഹല്ലേലൂയ യോഗ്യരാക്കി മാന്യരാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വരുന്ന ആളുകളിൽ ആമേൻ ഹല്ലേലൂയ ഇതിലും ശക്തമായ നിലവാരങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം നടത്തിയതും ആമീൻ കഴിഞ്ഞ നാളുകളിൽ താൻ ആയിരുന്ന മേഖലകളൊക്കെ ആമീൻ വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കോണം ആമീൻ ഉറക്കെ പറയുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സമയങ്ങൾ മുൻപോട്ട് പോകുന്നല്ലോ. അല്പസമയം ആമീൻ നമുക്ക് ദൈവവചനം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ആമീൻ നല്ല മടങ്ങാൻ ദൈവം നമ്മെ ആമീൻ സഹായിക്കട്ടെ. അതിന്റെ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചും തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. നമുക്കൊരു വാക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അനുഗ്രഹമായിരിക്കുന്ന നല്ല ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ ഇന്ന് രാത്രി കാലം കേൾപ്പിച്ചതിനായി സ്തോത്രം. അതിൽ കൂടി കർത്താവ് ചില മർമ്മങ്ങൾ, ചില ആഴങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ സ്വതന്ത്ര ദൈവം സഹായിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. അടിയനെ കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നാവിൻ മൂലവും കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. ആമേൻ. ദൈവഹിതമല്ലാത്തതൊന്നും ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ മാനുഷ്യമായി ഒന്നും സംസാരിപ്പാൻ ഇടയാകരുത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ബലപ്പെടുത്തണമെന്നൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് പിന്നെയും ഞങ്ങൾ അടുത്ത് ചേർന്ന് വരുന്നു. ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. 12 സംവത്സരമായിട്ട് രക്തം വാർന്ന് ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അവിടെ ആമേൻ ഈ സ്ത്രീ ആമേൻ യേശുവിന്റെ വർത്തമാനം അല്ലെങ്കിൽ യേശുവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ സ്തുതി കേൾക്കുവാനിടയായി തീർന്നു എന്നവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ആമേൻ വർത്തമാനം അവൾ കേട്ടു. യേശുവിനെ കുറിച്ച് പലർ ഹല്ലേലൂയ പല അഭിപ്രായങ്ങൾ പറയുന്നത് അവൾ കേട്ടു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഈ സ്ത്രീ വളരെ വിഷമത്തിലും വളരെ കഷ്ടത്തിലും ഭാരത്തിലും ആമേൻ ആയിരിക്കുമ്പോഴാണ് അവൾ യേശുവിന്റെ വർത്തമാനം കേൾക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് യേശുവിന്റെ വർത്തമാനം കേൾക്കാൻ? എനിക്ക് സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കേട്ടുകൊണ്ടിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ ആമേൻ ദിനം പ്രതി ആമേൻ അങ്ങിരിക്കും. ആമേൻ. ആമേൻ. ദിവസങ്ങൾ കടന്നു പോകുന്ന അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മരുഭൂമിയിൽ അവൻ സംസാരിക്കുമ്പോൾ 3 രാവും പകലും ആമേൻ അവൻ തുടർമാനമായി സംസാരിച്ചു എന്നാണ്. ഹല്ലേലൂയ. 3 ദിവസം ആമേൻ ജനം ഒരുമിച്ച് അവിടെ ഇരുന്നു. ആമേൻ. ദൈവം ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം, ആമേൻ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ദൂത് ആമേൻ അവർ കേൾക്കുകയാണ്. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, അവർക്ക് വീട്ടിൽ പോകണമെന്നില്ല. ആമേൻ. അവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ അത്രമാത്രം
എത്രമാത്രം ആമേൻ നമ്മെ ശക്തീകരിക്കുന്നതും നമ്മെ സന്തോഷിപ്പിക്കുന്നതും ആമേൻ നമുക്ക് ഉത്തേജനം തരുന്നതുമായിരിക്കുന്ന ഹല്ലേലൂയ വാക്കുകളാണ് അവന്റെ ആമേൻ വായിൽ നിന്ന് ആമേൻ പുറത്തേക്ക് വരുന്നത്. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അപ്പോൾ ആ യേശുവിനെ കുറിച്ച് ആമേൻ ജനം ഇങ്ങനെ ആമേൻ ഹല്ലേലൂയ പലർ ആമേൻ അഭിപ്രായം പറയുന്നത് ഈ സ്ത്രീ കേട്ടു. ആമേൻ. അവൾ ആ കേട്ട കേൾവി കൊണ്ടാണ് യേശുവിനെ ഒന്ന് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിന്റെ 19-ാം അധ്യായത്തിലാണ് 19 നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനുഷ്യൻ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെയും ഇങ്ങനെയാണ് യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ആമേൻ. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു സക്കായിക്ക്. ആമേൻ. ഹല്ലേലൂയ. ആ ആഗ്രഹം കൊണ്ടാണ് സക്കായി ഹല്ലേലൂയ അത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കാണാനിരുന്നത്. ഹല്ലേലൂയ. അവന് കേട്ട കേൾവികളാണ് യേശു ആരാണ്, അവൻ ഹല്ലേലൂയ ചെയ്യുന്ന പ്രവൃത്തികൾ, അവന്റെ ഹല്ലേലൂയ വായിൽ നിന്ന് വരുന്നതായിരിക്കുന്ന മനുഷ്യനെ ഹല്ലേലൂയ കുറുമപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യനെ തകർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നതായിരിക്കുന്ന വചനത്തിന്റെ ശക്തിയാകുന്ന ആ ഹല്ലേലൂയ ശബ്ദം അവന്റെ വായിൽ നിന്ന് വരുന്നത് ജനം പറയുന്നത് കേട്ടപ്പോൾ അവനൊരു ആഗ്രഹം, യേശുവിനെ എനിക്കൊന്ന് കാണണം, ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഇവിടെ ഈ സ്ത്രീയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇവൻ നല്ല ധനാഢ്യയായിരുന്ന ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു നമുക്ക് കണക്ക് കൂട്ടുവാൻ കഴിയും. ഇവർക്ക് നല്ല സാമ്പത്തിക നന്മകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ നന്മയൊക്കെ കൊണ്ടുപോയി വൈദ്യന്മാർക്ക് കൊടുത്തു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നന്മയുള്ളവരായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൾ ആരോഗ്യമുള്ളവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൾ നല്ല ആമേൻ ഹല്ലേലൂയ നിലവാരത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ആമേൻ അവളെ രൂപത്തെ കെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ അവളെ ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് പോലും മാറ്റപ്പെടുത്തത്തക്കവണ്ണം അവളെ പിന്നിൽ നിന്നുകൊണ്ട് ആമേൻ അവളെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഒരു ദുരാത്മ ശക്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അപ്പോൾ ഇവൾ അല്ലെങ്കിൽ ഈ രോഗം അല്ലെങ്കിൽ ഈ അസ്വസ്ഥത ഇവളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇവൾ ഹല്ലേലൂയ ആദ്യമേ പോയത് വൈദ്യന്മാരുടെ അടുത്തായിരുന്നു. ആമേൻ. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും, ആദ്യമേ നമ്മൾ പോയി കാണുന്നത് വൈദ്യനെയാണ്. ആമേൻ. വൈദ്യനെ പോയി കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ വൈദ്യൻ നോക്കി ഒന്നും വലിയ കുറവുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആമേൻ. മറ്റുള്ള ആരെങ്കിലും അഭിപ്രായം പറയും, നിങ്ങൾ ഇന്നടത്തൊന്ന് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അത് നടക്കും, അത് ചിലപ്പോൾ പൂർണ്ണമായി മാറ്റാൻ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം പുള്ളി നല്ല ആളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചില കേൾവികളിലാണ് ചില മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. അവിടെയും പോയിട്ട് രക്ഷയില്ലാതെ വരുമ്പോൾ ആമേൻ പിന്നെ നമ്മൾ വിചാരിക്കും എന്താണ് ഇനിയൊരു ഫോൺ വഴി. അപ്പോൾ ആരെങ്കിലും പറയും ആമേൻ ഹല്ലേലൂയ നാടെ സാധാരണക്കാരായ കുറെ ആളുകള് ആമേൻ ഹല്ലേലൂയ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ഇല്ലടത്തുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ അവിടെ പോയാൽ ഹല്ലേലൂയ നിങ്ങൾ അവിടെ പോയി കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അവരോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിച്ചാൽ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആമേൻ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ എന്ത് ചെയ്യാം? ഒന്ന് പോയേക്കാം. ആമേൻ. അപ്പൊ നമ്മൾ വൈദ്യന്റെ അടുത്ത് പോയപ്പോൾ നമ്മൾ പൂർണ്ണമായ ഒരു ആമേൻ ആശ്രയത്തോടെ പോയി. ആമേൻ വൈദ്യന്റെ അടുത്തേക്ക് പോയത്, ആമേൻ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയതും ആമേൻ അല്ലെങ്കിൽ പൂർണ്ണമായ ആശ്രയത്തോടാണ്. ആമേൻ അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആമേൻ രണ്ട് മനസ്സോടെ ഇരു മനസ്സോടെ ആമേൻ ആണ് ഒരു മനുഷ്യൻ പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. എങ്കിൽ ഒന്ന് പോയേക്കാം. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഈ ജീവിതം ആമേൻ ആമേൻ ഓരോ ദിവസവും ആമേൻ ഹല്ലേലൂയ
ഇവളുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ ഇവക്ക് സമൂഹത്തിൽ വരാൻ കഴിയത്തില്ല. ഇവക്കൊരു ആമേൻ ഹല്ലേലൂയ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ ഇവൾ വിലക്കപ്പെട്ടവളാണ്. ആമേൻ ഹല്ലേലൂയ ഇവൾ ഹല്ലേലൂയ പുറകിൽ നിൽക്കേണ്ടവളാണ്. ഇവളെ മുൻനിരയിൽ ആരും നിർത്തത്തില്ല. ആമേൻ ഹല്ലേലൂയ അങ്ങനെ സമൂഹം തള്ളിയ ഒരു സ്ത്രീ യേശുവിന്റെ നാമത്തിൽ പോരാ. ആമേൻ ഹല്ലേലൂയ ഇവളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഇവളെ ആമേൻ ശാരീരികമായി അവൻ ഈ അസ്വസ്ഥത ഒതുക്കുന്ന ഒരു അന്തരീക്ഷം. ഇവക്ക് ആമേൻ സമൂഹത്തിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല. ആമേൻ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. ആമേൻ അങ്ങനെ ഒരു പോരായ്മ ഇവളുടെ ജീവിതത്തിൽ കിടക്കുന്നു. അടുത്തത് ഇവളെ ആമേൻ ഹല്ലേലൂയ ഞെരുക്കുന്ന അല്ലെങ്കിൽ ഇവളെ വിഷമപ്പെടുത്തുന്ന ആമേൻ അല്ലെങ്കിൽ ഇവളെ വേദനപ്പെടുത്തുന്ന ഒരു അസ്വസ്ഥത. ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു വല്ലാത്ത നിലവാരത്തിൽ ഭാരപ്പെട്ട് ആമേൻ ആരാൽ എനിക്കൊരു വിടുതൽ കിട്ടും, ആമേൻ ആര് ഇനിയും എന്നെ ഒന്ന് സൗഖ്യമാക്കും. വൈദ്യരിൽ ഞാൻ നോക്കി, മന്ത്രവാദികളിൽ ഞാൻ നോക്കി, ആമേൻ ഹല്ലേലൂയ ഇതെല്ലാം ഞാൻ നോക്കി. ആമേൻ ഇവിടെ എങ്ങും എനിക്ക് ആമേൻ സ്വസ്ഥതയില്ല, ഇവിടെ എങ്ങും എനിക്ക് സൗഖ്യമില്ല. ആമേൻ ഇനിയും എന്നെ ആരൊന്ന് സൗഖ്യമാക്കും, അല്ലെങ്കിൽ ആരെന്നെ ഒന്ന് വിടുവിക്കുമെന്ന് ഭാരപ്പെട്ട് ഹൃദയം വേദനപ്പെട്ട് അവയെ അതിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന സമയത്താണ് അവൾ കേൾക്കുന്നത്, അവളുടെ ചെവിയിൽ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയുടെ സ്തോത്രം. അവർ പറഞ്ഞു കാണാം, നീ പൈസയൊന്നും കൊടുക്കണ്ട. ഹല്ലേലൂയ ആമേൻ യേശുവിന്റെ അടുക്കൽ ചെന്ന പണമൊന്നും വേണ്ട. ഹല്ലേലൂയ നീ അവന്റെ അടുക്കിലേക്കൊന്ന് ചെന്ന് അവൻ നിന്റെ ഹൃദയം അവങ്കിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അവൻ നിന്റെ പണമോ ധനമോ അവൻ സമ്പത്തോ ഒന്നും എന്റെ യേശുവിന് വേണ്ട. അവൻ എന്റെ യേശുവിന് വേണ്ടത് നിന്നെയാണ്. അവൻ എന്റെ യേശുവിന് വേണ്ടത് നിന്നെയാണ്. നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ആമേൻ ഹല്ലേലൂയ ഈ രോഗം ആമേൻ നിന്നെ വിട്ട് മാറുവാനിടയായി തീരുമെന്ന് ആരൊക്കെയോ പറഞ്ഞു കാണും. അവൾ അങ്ങനെ അവൻ ഈ യേശുവിനെ കാണുവാൻ അവൻ ഭാരപ്പെട്ട് ബന്ധപ്പെട്ട് അവൻ ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിൽ അങ്ങനെ ആരും കാണാതെ അവൻ എന്നെ ആരും കാണരുത്, അവൻ കണ്ടാൽ ഹല്ലേലൂയ അവൻ എന്നെ പഴിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ തള്ളിമാറ്റും മുന്തിമാറ്റും എന്നുള്ളതായിരിക്കുന്ന ഭാരം ഹൃദയത്തിൽ ഏറിക്കൊണ്ട് യേശുവിനെ കാണുവാനായി അവൾ കടന്നു പോകുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ ഈ സമയം യേശു അവൻ ഒരു കൂട്ടം ജനത്തിന്റെ കൂടെ തമ്പുരാൻ കടന്നു വരുന്ന ആ വരവിലാണ് യേശുവിനെ കാണുവാനായി സ്ത്രീ കടന്നു ചെല്ലുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വലിയൊരു ജനക്കൂട്ടമാണ് കടന്നു വരുന്നത്. ഒരു കാരണവശാലും യേശുവിനെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. അവൻ അവന്റെ അടുക്കൽ ചെന്നിട്ട് അവളുടേതായിരിക്കുന്ന വിഷയം പറയാൻ കഴിയത്തില്ല. അത്രയ്ക്ക് ജനക്കൂട്ടം യേശുവിന്റെ കൂടെ ഉണ്ട്. അവൻ ഹല്ലേലൂയ ഈ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് അവൻ ഈ സ്ത്രീ നിന്നുകൊണ്ട് മനസ്സിൽ തന്നെ നിന്നുകൊണ്ട് മനസ്സിനോട് പറയുകയാണ്, അവൻ ഹല്ലേലൂയ എനിക്ക് യേശുവിന്റെ അടുക്കൽ ചെന്ന് അവനോട് സംസാരിച്ചില്ലെങ്കിലും വേണ്ടിയല്ല, അവൻ ഹല്ലേലൂയ എന്റെ അവസ്ഥ ഇവനോട് പറഞ്ഞില്ലെങ്കിലും വേണ്ടിയല്ല, അവൻ ഹല്ലേലൂയ എനിക്കൊരു വിശ്വാസമുണ്ട്. അവൻ ഹല്ലേലൂയ പറഞ്ഞത് കേട്ട് എനിക്കൊരു വിശ്വാസം എന്റെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു. അവൻ ഹല്ലേലൂയ അവൻ ഇവനെ കണ്ടിട്ട് അവൻ ദൂരമേ വരുന്ന ജനക്കൂട്ടത്തെ കണ്ടിട്ട് ഹല്ലേലൂയ എനിക്കൊരു വിശ്വാസമുണ്ട്, ഇവൻ സൗഖ്യദായകനാണ്, ഇവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, ഇവൻ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഇവൻ അത്ഭുതവാനാണ്, ഇവൻ ധീരനാം ദൈവമാണ്, ഇവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് എന്ന് ഹൃദയത്തിനകത്തവരിൽ അവൻ മന്ത്രിച്ചുകൊണ്ട് അവൻ പറയുന്ന വാക്കുണ്ട്, എനിക്ക് അവനോട് സംസാരിച്ചില്ലേലും വേണ്ടിയല്ല, എനിക്ക് അവന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിലൊന്ന് തൊട്ടാലെങ്കിലും മതിയെന്ന് ഒരു ഉറപ്പോടെ ഒരു ധൈര്യത്തോടെ ഒരു തീരുമാനത്തോടെ നമ്മുടെ വിടുതലിന്റെ മുഖ്യ പ്രധാന കാരണം നമ്മുടെ തീരുമാനമാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പും തീരുമാനമാണ് നമ്മുടെ വിടുതൽ.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് അവൻ സൗഖ്യം തരും, എന്നെ അവൻ വിടുവിക്കും. ആമേൻ. അവൻ എന്നെ അവൻ സൗഖ്യമാക്കുമെന്ന് അവൻ പൂർണ്ണമായ ഒരു വിടുതലും തീരുമാനവും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളവരുണ്ടെങ്കിൽ നാം ഒട്ടുമടക്കുന്ന വിഷയത്തിന്മേൽ ആമേൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്തിരിക്കും, നിശ്ചയമാണ്. ആമേൻ. ഹല്ലേലൂയ. യേശു ആമേൻ ഹല്ലേലൂയ വഴിയാത്രയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുഷ്ഠരോഗി ആമേൻ വഴിയിൽ ഇരുന്നു കൊണ്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട്, ആമേൻ യേശുവേ, ആമേൻ ദാവീദ് പുത്രാ കർത്താവേ, ആമേൻ നിനക്ക് ആമേൻ എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കിയാൽ കൊള്ളാം. ആമേൻ. അവനൊരു തീരുമാനമുണ്ട്, അവന് ഉറപ്പുണ്ട്, ഈ വരുന്നവനൊന്ന് തൊട്ടാൽ മതി. ആമേൻ. ഇവനൊരു വാക്ക് പറഞ്ഞാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ഇവന്റെ ഒരു വാക്ക് മതി. ആമേൻ. ഹല്ലേലൂയ. എന്റെ നിന്ന മാറാൻ. ആമേൻ. ഹല്ലേലൂയ. ഇവന്റെ ഒരു വാക്ക് മതി. ആമേൻ. എന്റെ പ്രയാസം മാറാൻ. ആമേൻ. ഹല്ലേലൂയ. ഇവന്റെ ഒരു സന്ദർശനം മതി. ആമേൻ. എന്റെ കുടുംബത്തിൽ ഉദ്ധാരണം ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഇവന്റെ ഒരു നോട്ടം മതി. ആമേൻ. എന്റെ നിലവാരം മാറാൻ. അതാണ് തീരുമാനം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ തീരുമാനമാണ് അവളെ ഹല്ലേലൂയ വിടുതലിലേക്ക് നയിച്ചത്. അവൾ പറയുന്ന ഒരു വാക്കിതാണ്, അമ്മേ ഹല്ലേലൂയ, എനിക്ക് അവനോട് സംസാരിച്ചില്ലെങ്കിലും വേണ്ടിയല്ല, അവൻ ഹല്ലേലൂയ, അവൻ എനിക്ക് അവന്റെ അടുക്കൽ ചെന്നില്ലെങ്കിലും വേണ്ടിയല്ല, അവൻ ദൂരെ നിന്നെങ്കിലും, അവൻ ഈ ആൾക്കൂട്ടത്തിന്റെ പെരുപ്പത്തിനിടയിൽ നിന്നെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, അവൻ എന്നുള്ള ആഗ്രഹത്തോടെ അവൻ ഹല്ലേലൂയ ആ സ്ത്രീ ആ ജനത്തിന്റെ ഇടയിൽ കൂടെ അവൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഇത് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഇത് രാത്രികാലം നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉപവാസത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അവൻ അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ചോ, അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. പുരുഷാരത്തിന്റെ പിറകിൽ നിന്ന് അവൻ പുരുഷാരം അവന്റെ മുഖത്തെ കാണുവാൻ കഴിയാതെ വണ്ണം അവൻ ഹല്ലേലൂയ പുരുഷാരത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കിലേക്ക് അവൾ തൊടുകാനായിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അവൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ അവളുടെ കരത്തിന്റെ അവൻ ഹല്ലേലൂയ ആ അഗ്രം അവൻ ഹല്ലേലൂയ വിരലിന്റെ അഗ്രം അവൻ അവളുടെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ജീവന്റെ ഉടയവനായവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വ്യാധികളെയും താഴ്ത്തിയിറക്കിയവൻ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ സാന്നിധ്യം, അവന്റെ ശക്തി അവനിൽ നിന്ന് പുറപ്പെടുവാനായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ അവൾ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. വിശ്വാസത്തോടെ അവൾ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കനാന്യ സ്ത്രീ അവൻ ഒരിക്കൽ അവൻ ഹല്ലേലൂയ അവൾ കടന്നു വരുന്നത് ഹല്ലേലൂയ വേവലാതി പിടിച്ച അവൻ ഹല്ലേലൂയ ഭ്രാന്തിയെ പോലെ കടന്നു വരികയാണ്. അവൻ കാരണം അവൾക്ക് ഒരു സ്വസ്ഥതയില്ല. അവൻ ഹല്ലേലൂയ അവളുടെ ഭവനത്തിനകത്തുള്ള ഒരു തലമുറ ഭ്രാന്ത് പിടിച്ച് ഹല്ലേലൂയ അകത്തളങ്ങളെ കെട്ടി അവൻ ഹല്ലേലൂയ അവൻ അകത്തളങ്ങളെ ഒടുക്കകത്തളങ്ങൾ ഒടുക്കിയിട്ടിട്ട് അവൾ ഓടി ഒരു ഭ്രാന്തിയെ പോലെ വരികയാണ്. അവരുടെ അകത്തളങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു തീരുമാനമുണ്ട്, ഒരു ഉറപ്പുണ്ട്. അവൻ ഹല്ലേലൂയ ഈ നസ്രയനായവന്റെ അടുക്കലേക്ക് അവൻ ഞാനെന്ന് പറഞ്ഞു കേൾക്കാൻ എന്റെ ആവശ്യം അവന്റെ അടുക്കലെന്ന് അറിയിച്ചാൽ അവൻ ഹല്ലേലൂയ എനിക്ക് വിടുതൽ കിട്ടും, എന്റെ തലമുറയ്ക്ക് വിടുതൽ കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവിടെ കടന്നു വന്നത്. ആമേൻ, ആമേൻ. അവൾ പുറംജാതിക്കാരിയായിട്ടും
അവൻ ഹല്ലേലൂയ, അവൻ മറ്റൊരു മേഖലയിലായിരിക്കുന്നവളായിട്ടും അവൾ ഉറപ്പും ധൈര്യമുള്ളവളായി വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് തന്റെ ആവശ്യം ഹല്ലേലൂയ താൻ അവതരിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ തമ്പുരാൻ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ഞാൻ വന്നത് കാണാതെ പോയവരെ തിരഞ്ഞെടുക്കാൻ മാത്രമാണ്. ആമേൻ ഹല്ലേലൂയ, ഞാൻ വന്നത് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നിൽ നിന്ന് വേർപെട്ടുപോയവരെ അവൻ കൂട്ടിച്ചേർക്കുവാനാണ് വന്നത്. അവൻ എന്ന് പറഞ്ഞ അവരെ ഒഴിവുതിന് പറയുമ്പോൾ അവരുടെ അടുത്തുള്ള വിശ്വാസമുണ്ട്. അവൻ യവന്റെ വാക്കിൽ നിന്ന് വായിൽ നിന്നൊരു വാക്കു വീണാ മതി. എന്റെ കുടുംബത്തിനകത്താണ് വിടുതലാണ്, എന്റെ തലമുറയ്ക്ക് വിടുതലാണ്, എന്റെ പ്രിയപ്പെട്ടവന് വിടുതലാണ്, എന്റെ പ്രിയപ്പെട്ടവന് വിടുതലാണ്. ജീസസ് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. കൂടെ നിന്ന് ധ്യാന ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, അവൾ പിന്നെയും നമ്മളെ അകത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ അവൾ പുറകെ വരികയാണെന്ന് പറയുമ്പോൾ തമ്പുരാൻ അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ അവളുടെ വിശ്വാസത്തെ കണ്ടിട്ട് യേശുവിന്റെ നാമത്തിൽ അവളുടെ അകത്തളങ്ങളിൽ ഉറപ്പും ഹല്ലേലൂയ ആ തീരുമാനവും കണ്ടിട്ട് ആമേൻ തമ്പുരാൻ പറയുന്നു, ആമേൻ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ നീ എന്ത് ആവശ്യമാണോ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ആമേൻ ഇതിനകത്തളങ്ങളിൽ കടന്നു വന്നത്, ആമേൻ നീ ഏത് ആവശ്യത്തിന്മേലാണോ കടന്നു വന്നത്, നീ ഏത് ഭാരത്തിന്മേലാണോ കടന്നു വന്നത്, ഇന്ന് രാത്രികാലം തമ്പുരാൻ പറയുന്നു, ആമേൻ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിട്ടുണ്ട്. അവൾ കടന്ന ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവളുടെ കുഞ്ഞ് ആമേൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം ഹല്ലേലൂയ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിനകത്തിറങ്ങൽ വേണം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ചഞ്ചലപ്പെട്ടു പോകുവാനല്ല, ആമേൻ നമ്മൾ പ്രാർത്ഥനയിൽ വ്യാകുലപ്പെട്ടു പോകുവാനല്ല. ആമേൻ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു തീരുമാനം വേണം. ആമേൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഉറപ്പ് വേണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചന്ദ്രനും മേശയ്ക്കും അപവിത്രക്കും പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, ഈ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആമേൻ ഞാൻ ആരാധിക്കുന്ന, ആമേൻ എന്റെ പൂർവ്വിക പിതാക്കന്മാർ ആരാധിക്കുന്ന, ആമേൻ ഹല്ലേലൂയ ഈ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ശരി, ആമേൻ ഹല്ലേലൂയ രാജാവേ, നീ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ ഇവിടം കൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ, ഞങ്ങൾ ഇല്ലാതെ പോയാലോ ശരിയാണ്, ഞങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ മാറത്തില്ല. Praise the Lord. Hallelujah. Hallelujah. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഹല്ലേലൂയ അഗ്നിയുടെ നടുവിൽ അവൻ ഹല്ലേലൂയ 3 സഹോദരന്മാരെ അവൻ തള്ളി എറിഞ്ഞിടുമ്പോ അവൻ ഹല്ലേലൂയ രാജാവ് നോക്കുമ്പോൾ അവൻ ഈ ഹല്ലേലൂയ 3 ഭക്തന്മാർ ഹല്ലേലൂയ തീക്കഷ്ണത്തിനകത്തങ്ങളിലേക്ക് വീഴുമ്പോൾ നാലാമനായ ഒരുവൻ അതിൽ കൂടി മുൻപേ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതാണ് തീരുമാനം. അവൻ ആരാണ് തീരുമാനം ഇന്ന് രാത്രികാലം അവൻ എന്റെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കുക, എന്റെ ജീവിതത്തിൽ വെല്ലുവിളിക്കുന്ന, എന്റെ തലമുറയോട് വെല്ലുവിളിക്കുന്ന, എന്റെ നന്മയോട് വെല്ലുവിളിക്കുന്ന, എന്റെ പ്രാർത്ഥനയോട് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു തീരുമാനം ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. എന്റെ തലമുറയെ മടക്കിക്കൊണ്ടുവരുക, എന്റെ പ്രിയപ്പെട്ടവരെ മടക്കിക്കൊണ്ടുവരുക. ഓ ജീസസ് ഹല്ലേലൂയ. എന്റെ ദൈവം ശക്തനാണെന്ന് ഒരു തീരുമാനം, ഒരു ഉറപ്പ് രാത്രികാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഇവൾ ഹല്ലേലൂയ ബന്ധപ്പെട്ട് ഹല്ലേലൂയ ആവേശത്തോടെ വിശ്വാസത്തോടെ ആമേൻ ഉറപ്പോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനായിട്ടുണ്ട്. തൊങ്ങലിൽ തൊട്ട മാത്രയിൽ സ്വർഗം പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അവൻ തൊട്ട മാത്രയിൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി അവളിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അവൻ നിമിഷങ്ങൾ അവൻ നാളുകളാൽ ഭാരപ്പെട്ട വിഷയം യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളാൽ അവൻ ചുമന്നുകൊണ്ട് നടന്ന വിഷയം, ഹല്ലേലൂയ, വർഷങ്ങളാൽ നിന്ദിക്കപ്പെട്ട വിഷയം, അവൻ വർഷങ്ങളാൽ നിന്നെ പരാജയപ്പെടുത്തിയ വിഷയം, അവൻ വർഷങ്ങളാൽ നിന്നെ നന്മയെ നഷ്ടപ്പെടുത്തിയ വിഷയം, യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളാൽ നിന്നെ തളർത്തിയ വിഷയം, ജീസസ്, ഹല്ലേലൂയ. ഒരു നിമിഷം നീ വിശ്വസിച്ചപ്പോൾ, ഒരു നിമിഷം നീ ഹല്ലേലൂയ ഉറപ്പോടെ തീരുമാനത്തോടെ യേശുവിന്റെ ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത്ഭുതം കാണുവാനിടയായി. പെട്ടെന്ന് വായിച്ചു നിർത്തിയാണ്. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ക്ഷണത്തിൽ അവൾ സൗഖ്യമായി, ബാധ ചെയ്തു, ഒഴിഞ്ഞു. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ രോഗമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകളിലും വൈദ്യന്മാരുടെ അടുക്കലും നമ്മളെ ചെയ്യും, അന്ധകാര ശക്തി കൊണ്ട് നടത്തി ചുറ്റിക്കും. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നന്മകളെല്ലാം ചോർത്തിക്കളയും. അവൻ നമ്മളെ ശാരീരികമായി നമ്മളെ തകർക്കും. ഹല്ലേലൂയ. അവിടെ ഒന്നും ചെന്നാൽ നമുക്ക് ചെയ്യത്തില്ല, ഒരു സൗഖ്യം വരത്തില്ല, ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. അവൻ ഏത് വൈദ്യന്മാർ ഏത് രീതി നോക്കിയാലും അവൻ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ. അവൻ അതാണ് അവൻ അവിടെ വായിക്കുന്നത്. അവൻ സ്വർഗം ഒന്ന് തൊട്ടപ്പോൾ, അവൻ സ്വർഗം ഒന്ന് ഇടപെട്ടപ്പോൾ, അവൻ അവളെ തളർത്തിയിരുന്ന, അവളെ തകർത്തുകൊണ്ടിരുന്ന, അവളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവൻ ഹല്ലേലൂയ അവളെ നിന്ദാപാത്രമാക്കിക്കൊണ്ടിരുന്ന അവൻ ബാധകളിൽ നിന്ന് അപ്പോൾ അവളെ ഹല്ലേലൂയ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അവൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ദുഷ്ടന്റെ ആധിപത്യമായിരുന്നുവെന്ന്, ഒരു ബാധയായിരുന്നുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബാധയായിരുന്നു ഈ സ്ത്രീയെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അവൻ ഹല്ലേലൂയ തമ്പുരാൻ തൊട്ടു, അവൻ ബാധ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അവൾ സ്വസ്ഥമായി. ഹല്ലേലൂയ. രാത്രികാലം അവൻ ഈ ബാധ ഒഴിഞ്ഞു മാറാൻ കാരണം അവിടെ തീരുമാനം. അവിടെ ജീവിതത്തിൽ അവളെ അലട്ടിക്കൊണ്ടിരുന്ന ഈ പ്രതിസന്ധി മാറാൻ കാരണം അവളുടെ തീരുമാനം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മുടെ തീരുമാനമാണ് വലുത്. നമ്മുടെ കാലിൽ ദൈവമായിട്ടുള്ള തീരുമാനമാണ് വലുത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നിന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത്, നിന്റെ തലമുറയെ ഓർത്ത്, ആമേൻ നിന്റെ നന്മയെ ഓർത്ത്, ആമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തീരുമാനത്തോടെ ഉറപ്പോടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ വിഷയത്തിന്റെ സ്വർഗ്ഗം ഹല്ലേലൂയ ഇറങ്ങി വരണം. ഈ വിഷയത്തിന്റെ സ്വർഗ്ഗം ഇറങ്ങി വരണം. ഈ വിഷയത്തിന്റെ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ അന്ധകാര ശക്തികളുടെ മേൽ സ്വർഗ്ഗം ഇറങ്ങി വരണമെന്ന് ആമേൻ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തമ്പുരാൻ പറയുന്നു, ബാധയെ നീക്കി മാറ്റുക, ബാധയെ നീക്കി മാറ്റുക. അവൻ നിന്നെ തകർത്തുകൊണ്ടിരുന്ന, അവൻ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ബാധയെ നീക്കി മാറ്റുക. എന്റെ തമ്പുരാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. യേശുവിന്റെ നാമത്തിൽ അവൾ കടന്നു വന്നത് ആമേൻ ഹല്ലേലൂയ
ആമീൻ ഹല്ലേലൂയ രക്തം വാർന്നുകൊണ്ട് ആമീൻ ഹല്ലേലൂയ ശരീരം മുഴുവനും ആമീൻ ഹല്ലേലൂയ എല്ലും തോലുമായി ആമീൻ ഹല്ലേലൂയ ഒരു മനുഷ്യന് നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കടന്നു വന്ന സ്ത്രീ ആമീൻ ഹല്ലേലൂയ നിറകണങ്ങളോടെ കടന്നു വന്ന സ്ത്രീ ആമീൻ ആരും ആമീൻ അവർക്കൊരു ആശ്രയമില്ല. അവളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ആമീൻ ഹല്ലേലൂയ സകലതും ശൂന്യമായി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ആ ഹല്ലേലൂയ പ്രിയപ്പെട്ട ഹല്ലേലൂയ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ നിറകണ്ണുകളോടെ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ അവൾ ഇപ്പോൾ മടങ്ങി പോകുന്നത് സന്തോഷത്തോടെയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കടന്നു വന്നത് ആമേൻ സന്തോഷത്തോടെ മടങ്ങി പോകുവാനാണ്. ഇന്ന് രാത്രികാലം നമ്മൾ മടങ്ങി കടന്നു വന്നത് ആമേൻ നിറഞ്ഞവരായി കടന്നു പോകുവാനാണ്. ഇന്ന് രാത്രികാലം കടന്നു വന്നത് ആമേൻ ദൈവിക ശക്തിയോടെ കടന്നു പോകുവാനാണ്. ആമേൻ ഇന്ന് രാത്രികാലം നമ്മൾ കടന്നു വന്നത് ദുഃഖമോടെ എഴുന്നേറ്റ് നിൽക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ കടന്നു പോകുവാനാണ്. ഇന്ന് രാത്രികാലം വാക്കുകൾക്ക് വിരാമം കഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏത് ബാധയായിരുന്നാലും അവൻ ഏത് ശക്തിയായിരുന്നാലും അവൻ ഹല്ലേലൂയ നിന്റെ തീരുമാനത്തിന്റെ മുൻപിൽ അവൻ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ അവൻ ഹല്ലേലൂയ വെല്ലുവിളികൾ പുറത്തുപോകുമെന്ന് അവൻ ആ വെല്ലുവിളികൾ കടന്നു മാറുമെന്ന് ഇന്ന് രാത്രികാലം യേശു നിന്നോട് കൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. നമ്മുടെ വിഷയങ്ങൾ തീരുമാനത്തോടെ ആമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വിഷയത്തിന്മേൽ സ്വർഗ പരിഹാരത്തെ നൽകണം. എന്റെ വിഷയത്തിന്മേൽ സ്വർഗം ഇറങ്ങി വരണം. ആമേൻ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് നിന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. ആമേൻ. നിന്നെ കൊണ്ടല്ലാതെ ഈ വിഷയത്തെ ആമേൻ ഹല്ലേലൂയ ക്രമീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ വിശ്വാസത്തോടെ തീരുമാനത്തോടെ ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രികാലം ആ ഒരു വലിയ തീരുമാനത്തോടെ ആമേൻ ആ ഒരു